ഇബ്നു സുന്നി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിന് അമലുൽ യൗമി വൽ ലൈല എന്ന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മൃഗം ചാടിപ്പോയാൽ, നിങ്ങളെ വാഹന മൃഗം നിങ്ങൾക്ക് മരുഭൂമി നിങ്ങളെ കൈവിട്ട് ചാടിപ്പോയാൽ യാ ഇബാദല്ലാഹി ഇഹ്ബിസു, അള്ളാഹുവിന്റെ അടിമകളെ അതിനെ തടഞ്ഞു വെക്കൂ എന്ന് വിളിച്ചു പറയാൻ പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടും ദുർബലമാണ്. പക്ഷെ ഇബ്നു സുന്നി അദ്ദേഹത്തിന്റെ അമലുൽ യൗമി വൽ ലൈല എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ബൈഹഖി 458 5-ാം നൂറ്റാണ്ടിൽ മരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കിതാബുൽ ആദാബി എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് എടുത്തു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, സാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ അടുക്കൽ ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിൽ ശിർക്കില്ല. നബി പറഞ്ഞതായിട്ട് തെളിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ വിളിയിൽ എന്തില്ല, ഒരു പ്രാർത്ഥനയില്ല. അതുകൊണ്ട് സാലിഹീങ്ങളായ ആളുകൾ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ സഹീഹാണെന്ന വിചാരത്തിലോ അല്ലെങ്കിൽ അത്ര വലിയ ദഈഫില്ല, അത് അദ്കാറിൽ കുഴപ്പമില്ല എന്ന നിലപാട് കൊണ്ടോ ആയിരിക്കാം അവരങ്ങനെ ചെയ്തത്. ഇതുപോലെ തന്നെ ഇബ്നു മുഫ്ലിഹുൽ മുഖദ്ദസി അദ്ദേഹത്തിന്റെ ആദാബ് ശറയ്യ എന്ന ഗ്രന്ഥത്തിൽ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ കലിമുത് തയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ അദ്ദേഹത്തിന്റെ അൽ വാബിലുസ് സയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ തന്നെ ഇബ്നു മാലിക്കി പണ്ഡിതനായ ഇബ്നുൽ ഹാജിന്റെ അൽ മദ്ഖലിൽ, അതുപോലെ തന്നെ അല്ലാമ അഹ്മദ് ബിൻ ഖുനൈം അൽ അസ്ഹരി അൽ മാലിക്കി അദ്ദേഹത്തിന്റെ അൽ ഫവാക്കിഹുദ് ദവാനി അലാ റിസാലത്ത് ഇബ്നു അബി സൈദ് അൽ ഖൈർവാനി എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ ഇമാം നവവി അദ്ദേഹത്തിന്റെ അൽ അദ്കാറിലും അതുപോലെ തന്നെ അൽ ഈലാഹിലും, അതുപോലെ സുബുലുസ് സലാമിന്റെ കർത്താവായ സ്വൻആനി അദ്ദേഹത്തിന്റെ മൻസക് ഫി ഹദിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജത്തുൽ വദാ എന്ന ഗ്രന്ഥത്തിലും, ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുദ് ദാകിരീൻ എന്ന ഗ്രന്ഥത്തിലും, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. രണ്ട് നിലക്കാണ്. ഒന്നത് സഹീഹാണ് എന്ന നിലക്ക്, ഇനി ദഈഫ് ആണെങ്കിലും അദ്കാറിൽ കുഴപ്പമില്ല എന്ന നിലക്ക്. ഞാൻ പറയുന്നത്, അവരാരും അതിൽ ശിർക്ക് കണ്ടിട്ടില്ല, അവരാരും അതിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ മൂവർ സംഘത്തിന്റെ വാദപ്രകാരം ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരായി. അതാണ് ഇതിന്റെ അപകടം, വലിയ അപകടമാണ്. അത് പറഞ്ഞ് സംഘടനയിൽ നിൽക്കാൻ വേണ്ടി മുൻകഴിഞ്ഞ ഇമാമുകളുടെ പേരിലൊക്കെ ശിർക്ക് ആരോപിക്കാൻ സക്കരിയ സലാഹി നിന്നു കൊടുക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ KJU-വിന്റെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല. മുൻഗാമികളായ സച്ചരിതരായ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുവാൻ എന്നെ കിട്ടുകയില്ല. എന്റെ ഭരണലോകം നഷ്ടപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല.